Rules-based order is fading, that the strong can do what they can and the weak must suffer what they must. ലോക സാമ്പത്തിക ഫോറത്തിനിടെ നടന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഒരു പ്രസംഗം ഇപ്പോൾ ലോകത്തിലാകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് KP സേതുനാഥ് സാറാണ്. സർ, മാർക്ക് കാർണിയുടെ ഈ ഒരു പ്രസംഗം സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഒരു കാലം കഴിഞ്ഞു എന്നുള്ളതാണോ? പുതിയൊരു ലോകക്രമം ഉയർന്നു വരികയാണ്, ഈ ഒരു നാറ്റോ സഖ്യം എന്നുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ലോകക്രമം ഉയർന്നു വരുന്നു എന്നുള്ളതാണോ ഇതിലൂടെ വ്യക്തമാകുന്നത്? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാവോസ് സമ്മിറ്റിൽ ഇതുവരെ നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസംഗമായിരുന്നു മാർക്ക് കാർണിയുടെ. അതായത് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്ന ഒരു ലോകക്രമം എന്ന് പറയുന്നത്, അതായത് അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങൾ, ജപ്പാൻ, അതിൻ്റെ അനുബന്ധം എന്നോണം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കം ഉള്ള ഈ ഇതിനെയാണ് ഒരു അമേരിക്കയുടെ OECD എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക്കൽ OECD രാജ്യങ്ങളെന്ന് പറയുന്നു. ഈ ലോകക്രമം ഏതാണ്ട് ഒരു വിച്ഛേദനം സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതായത് ഒരു ട്രാൻസിഷനല്ല, ഇതിൽ നിന്നുള്ള ഒരു വ്യതിയാനമല്ല, ഒരു റപ്ചറാണ് സംഭവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഉപയോഗിച്ച വാക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഇതിനെ ഇനി നമുക്ക് ഡിപ്പെൻഡ് ചെയ്തും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് അദ്ദേഹം ഇഴകീറിയുള്ള ഒരു പരിശോധന കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് അമേരിക്കയുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന, അപ്പോൾ ആധിപത്യം എന്ന് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. ഹെജിമോണിക് എന്ന് പറയുന്ന വാക്കും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് ആ ആധിപത്യം നമ്മൾ എല്ലാവരും പല നിലയിൽ, അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ പവേഴ്സ് പല നിലയിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ടായിരുന്നു. റൂൾ ബേസ്ഡ് ഓർഡർ, ലോകത്തിൻ്റെ ഇതായിട്ടുള്ള മൾട്ടിലാറ്ററായിട്ടുള്ള ഏജൻസീസ്, ഇപ്പം IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള ഏജൻസികൾ, WTO മുതലായ ഏജൻസികൾ, COP മറ്റേ ക്ലൈമറ്റ് ഇതിൻ്റെ അങ്ങനെയുള്ള. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെയും ഏതാണ്ട് അതിൻ്റെ ഉപയോഗം മൂല്യം കഴിഞ്ഞു എന്നുള്ള നിലയിലുള്ള ഒരു സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ഏജൻസീസ് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ലോകക്രമം നിലനിന്നിരുന്നത് ഈ റൂൾ ബേസ്ഡ് ഓർഡർ അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള ഒരു ക്രമം നിന്നിരുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, ഈ സ്ഥാപനങ്ങളുടെ പിൻബലത്തിലാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ ഒട്ടാകെ അണ്ടർമൈൻ ചെയ്യുക, ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു സമീപനം പ്രധാനമായിട്ടും അമേരിക്ക കൈക്കൊണ്ടിട്ടുണ്ട്. അത് പ്രസിഡൻറ്റ് ട്രംപിൻ്റെ ഒരു നയത്തിലാണ്. അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട്, വളരെ പച്ചയ്ക്ക് അതിനെയെല്ലാം തന്നെ തള്ളിപ്പറയുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത്, നയങ്ങളാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ നയങ്ങളെക്കുറിച്ചിട്ട് രണ്ട് രീതിയിലായിരുന്നു ഈ പറയുന്ന വെസ്റ്റേൺ അലയൻസിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം. എല്ലാവരും പറഞ്ഞത് ഇത് ട്രംപ് എന്ന് പറയുന്ന, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ട്രംപ് മാറിക്കഴിഞ്ഞിരുന്നാൽ, അടുത്ത 3 വർഷം കൂടെ കഴിഞ്ഞാൽ ട്രംപ് പ്രസിഡന്റ് സ്ഥാനം മാറുമെന്നും വേറൊരു പ്രസിഡന്റ് അമേരിക്കയിൽ അധികാരത്തിൽ വരുമ്പോഴേക്ക് ഈ നയങ്ങളിൽ നിന്നെല്ലാം ഉള്ള വ്യത്യാസം നമുക്ക് വരുമെന്നുള്ളതായിരുന്നു പൊതുവിലുള്ള ഒരു ധാരണയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഒട്ടുമിക്കവാറും നേതാക്കൾ ഇത് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു കാർണിയുടെ ഈ പ്രസംഗത്തിൻ്റെ ഒരു സവിശേഷത. അതായത് ഇത് ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒന്നല്ല, ഈ ഒരു OECD സഖ്യം നേരിടുന്ന സ്ട്രക്ചറലായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ഒരു സംഭവം കൂടെയാണ് ഇതെന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും വച്ചത്. അതാണ് ആ പ്രസംഗത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഇത്. ലോകത്തിൽ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ഡോളർ ബേസ്ഡ് ആയിട്ടാണല്ലോ. അപ്പോൾ ഇനി എന്ത് തരത്തിലുള്ള മാറ്റമായിരിക്കും? ഇപ്പം ചൈനയിൽ നിന്ന് വരുന്ന യുവാൻ അല്ലെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്ന ബ്രിക്സ് കറൻസി, അപ്പോൾ ഇത് ആ രീതിയിൽ ഡോളറിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമോ, മാറ്റം സംഭവിക്കും? അതിൽ കാർണിയുടെ പ്രസംഗത്തിൽ ഉന്നയിച്ച ഒരു പ്രധാന പോയിന്റും അതായിരുന്നു. അപ്പോൾ ഇത് കാർണി ഈ ഒരു നിലയിലുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. 2019 അദ്ദേഹം വളരെ
വേറൊരു പൊസിഷനിലിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ഇതുപോലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനമായിട്ടുള്ള അന്നത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഈ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലോകക്രമം ഉരുത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്നൊരു മുൻകൈ ഉണ്ടായിരുന്നു. മാനുഫാക്ചറിങ് ആയാലും കയറ്റുമതി ആയാലും ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്ന രാജ്യം അമേരിക്കയായിരുന്നു. ആ ഒരു മേധാവിത്വം അമേരിക്കയിൽ, പ്രത്യേകിച്ച് വ്യാവസായിക ഉൽപ്പാദനത്തിലും മറ്റ് സേവന മേഖലകളുടെ കാര്യത്തിലും എല്ലാം തന്നെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഈ 2000 അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് കഴിയുകയാണ്. പക്ഷേ ഇതിൽ ഈ നിലയിലുള്ള സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇത് കഴിഞ്ഞുവെങ്കിലും അതിന് വേറൊരു നിലയിലുള്ള കറൻസി എന്നുള്ള നിലയിൽ ഡോളറിൻ്റെ ആധിപത്യം തുടരുകയാണ്. അപ്പോൾ ഇത് വളരെയധികം ഡിസറപ്ഷൻസ് ലോകത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർണി പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സിംഗിൾ കറൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ റിസർവ് കറൻസി എന്നുള്ള നിലയിൽ ഒരു സിംഗിൾ കറൻസിക്ക് പകരം മൾട്ടിപ്പിൾ കറൻസികൾ ഉണ്ടാവണം, വിവിധ തരത്തിലുള്ള കറൻസികൾ ഉണ്ടാവണം എന്നെല്ലാമുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അതിലിപ്പം ചൈനീസ് രശ്മി പറഞ്ഞ പോലെ ചൈനീസ് കറൻസി പക്ഷേ അതൊരു സൊല്യൂഷനാണെന്ന് അദ്ദേഹം പറയാനില്ല. അത് കുറച്ചൊക്കെ നമ്മളെ സഹായിക്കുമെന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ കറൻസി, ഒരൊറ്റ കറൻസി വേണ്ട. ഇപ്പോൾ ഡോളർ മാറ്റിയിട്ട് നാളെ ചൈനീസ് കറൻസി വരിക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കറൻസി വരിക എന്നുള്ളൊരു സിംഗിൾ കറൻസിയുടെ ഡോമിനേഷന് പകരമായിട്ട് മൾട്ടിപ്പിൾ കറൻസികൾ വരണം എന്ന് പറയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണം. അപ്പോൾ ഇത് ട്രംപ് പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു സാധനമാണ്. ട്രംപ് പറഞ്ഞത് ഡോളറിനെ ആരെങ്കിലും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ വളരെ ഗുരുതരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു ട്രംപിൻ്റെ വളരെ എക്സ്പ്ലിസിറ്റായ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ഹെജമോണിക്, അധീശത്വം ഉള്ള ഒരു പവറിന് പകരം മൾട്ടിപ്പിൾ പവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലയിലുള്ള ഒരു ലോകക്രമത്തിനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധുങ് സ്പിരിറ്റ് എന്ന് പറയുന്ന, അതായത് 1950കളിൽ ഇന്ത്യ, ഇന്തോനേഷ്യ, യുഗോസ്ലോവിയ, ഈജിപ്റ്റ്, ചൈന, ഇവരെല്ലാവരും കൂടെയാണ് ചേർന്നിട്ടാണ് ബന്ധുങ് ഇന്തോനേഷ്യയിലെ ബന്ധുങ് എന്ന് പറയുന്ന അവിടെ കൂടിയിട്ട് ഈ പറയുന്ന 2 വൻശക്തികളുടെ, അന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്ന് പറയുന്ന 2 വൻശക്തികളുടെ ഇടയിലുള്ള നിന്ന് മാറി നിന്നിട്ട് വേറൊരു തരത്തിലുള്ള കൂട്ടായ്മകൾ, അന്തർദേശീയ കൂട്ടായ്മകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹം ഇപ്പം ഈ കാർണിയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് ഈ പറയുന്ന നാറ്റോ സഖ്യത്തിൽ പെട്ട ഒരു രാജ്യത്തിൽ നിന്നുള്ള ഒരു നേതാവ് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. അതായത് വൻശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ, ഇപ്പോഴത്തെ വൻശക്തികൾ മത്സരമെന്ന് അദ്ദേഹം പറയുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരമാണ്. അതിനകത്ത് നമ്മൾ ഇടപെടാതെ മധ്യ നിലയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ വേണമെന്നാണ്, എന്താണ് മൾട്ടി പോളാർ വേൾഡ് എന്നെല്ലാം പറയുന്ന ആ ഒരു കൂട്ടായ്മ വരണമെന്നുള്ളതാണ് പറയുന്നത്. ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ രശ്മി സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള 2ാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കൻ ആധിപത്യത്തിൽ വന്ന ഒരു ലോകക്രമത്തിനാകെ അത് നാളെ മൊത്തമായിട്ട് ഇല്ലാതാവുമെന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ അതിനകത്തുനിന്ന് തന്നെയുള്ള അകത്തുനിന്ന് തന്നെയുള്ള ഒരു റംബ്ലിങ്സ്, അല്ലെങ്കിൽ ഒരു വേറിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കരുതാനാവുന്നത്. ഇപ്പോൾ എതിർ ശബ്ദങ്ങളായിട്ട് വരുന്ന രാജ്യങ്ങൾക്ക് നേരെയൊക്കെ താരിഫുകൾ ചുമത്തിക്കൊണ്ട് ട്രംപ് സ്വീകരിച്ചു വരുന്നൊരു നയമുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ ഇപ്പോൾ കാനഡയ്ക്കെതിരെയും ട്രംപ് സ്വീകരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലിപ്പോൾ ഇത്തരത്തിൽ കരുത്തുള്ളൊരു ശബ്ദമായിട്ട് വന്നിട്ടുള്ള കാനഡയ്ക്ക് നേരെ താരിഫുകൾ ചുമത്തിക്കൊണ്ട് നിശബ്ദമാക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകുമോ? അത് സാറിന് എന്താ തോന്നുന്നത്? അല്ല, ഇതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ട്രംപ് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഗ്രീൻലാൻഡ് ആയിരുന്നു. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്ന് പറയുന്നത്. പക്ഷേ ആ ഗ്രീൻലാൻഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് യൂറോപ്പിന് എതിരെ മൊത്തം ടാരിഫ് ഏർപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു വന്നത്. പക്ഷേ ഇന്നലെ അവിടുത്തെ പ്രസംഗത്തിൽ, ഡാവോസിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം, അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ തന്നെയും
ഗ്രീൻലാൻഡിന് നേരെ സൈനികമായിട്ട് ഒരു നടപടി സ്വീകരിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല യൂറോപ്പിനെതിരെ താരിഫും തൽക്കാലം ഏർപ്പെടുത്തുന്നില്ല, പിൻവലിക്കും എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ ഒരു പുഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനം, ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെയുള്ളൊരു പുഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനവും അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാർണിയെ പോലുള്ള ഒരു പറയുന്ന ഒരു നിലയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഈ ട്രംപിൻ്റെ ഈ പറയുന്ന ഒരു പ്യൂണിറ്റീവ് അല്ലെങ്കിൽ ശിക്ഷാർഹമായ താരിഫ് എന്ന് പറയുന്ന സാധനം ഒരുപക്ഷെ അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല ആ നിലയിൽ. അതെങ്ങനെയാണ് ആ പോളിസികൾ വരും ദിവസങ്ങളിൽ ഉരുത്തിരിയുക എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും പറയണത്. പക്ഷേ എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം വരുന്ന അമേരിക്കൻ ആധിപത്യം അതുപോലെ തുടരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്.